നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യം ഇതിൻ്റെ കവറിംഗ് ആണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഗോതമ്പ് പൊടിയും മൈദയും പകുതി പകുതിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും മൈദയിലോ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചേ വേണ്ടുമെങ്കിൽ അളവ് പകുതിയായിട്ട് എടുത്താൽ മതിയാകും. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈ ഉപയോഗിച്ചത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തിയതിന് ശേഷം വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്ക് കൂട്ട് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് വേണ്ടത്. ഇതുപോലെ കൂട്ടൊന്ന് തയ്യാറായി വന്നതിന് ശേഷം 2 മിനിറ്റ് നേരം കൈയെടുക്കാതെ നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂട്ട് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇതുപോലെ കൂട്ടൊന്ന് തയ്യാറായി വന്നതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഏകദേശം അരമണിക്കൂർ നേരത്തേക്കൊക്കെ റെസ്റ്റ് ചെയ്താൽ മതിയാകും. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി ആ ഒരു ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നത് വരെയാണ് ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പച്ചക്കറികൾ ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഞാനിതിലിപ്പോൾ ചിക്കനും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറിയും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. അല്ല നിങ്ങളുടെ കയ്യിൽ വേറെ പച്ചക്കറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്തിരിക്കുന്ന പച്ചക്കറികൾ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ആ ഒരു മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളുടെ പച്ചക്കറിയും അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാകും. ഇപ്പോൾ മസാലയുടെ ഒക്കെ പച്ചമണം നല്ല പോലെ തന്നെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 300 ഗ്രാം വേവിച്ച ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് കൈ ഉപയോഗിച്ച് ചെറുതായിട്ട് പിച്ചെടുത്തിരിക്കുന്നതാണ്. അതുകൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം വന്നിരുന്നു. ചിക്കൻ്റെ സ്റ്റോക്കാണത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലാണ് ചിക്കൻ്റെ ഫ്ലേവർ മുഴുവൻ ഉണ്ടാകുക. അപ്പോൾ അത് കളയാതെ അത് മുഴുവനായിട്ട് തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പച്ചക്കറിയിലൊക്കെ നല്ല പോലെ തന്നെ ചിക്കൻ്റെ ഫ്ലേവർ കിട്ടും. അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഫില്ലിംഗ് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കുന്ന അത്രയും സമയമാണ് ഞാനിവിടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഒന്നും കൂടെ ഒന്ന് നീഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ കയ്യിൽ വെച്ച് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ആ ഒരു ഉരുളയുടെ വലുപ്പം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ഉരുളകളൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് ലെയറുകളോടെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂണായിട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മൊത്തം 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നെയ്യാവുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അതുപോലെ കോൺഫ്ലോർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ മൈദ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കോൺഫ്ലോർ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി സഹായിക്കും.
അപ്പോൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ നെയ്യിൽ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് കട്ടിയായിട്ടുള്ള കൂട്ടാണ് വേണ്ടത്. ഇതാണ് നമ്മൾ ലെയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ബോർഡിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. നേർത്ത് തന്നെ പരത്തിയെടുത്തോളൂ. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ. ഇതിലേക്ക് പൊടിയോ അല്ലെങ്കിൽ എണ്ണയോ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതൊട്ടും തന്നെ പറ്റി പിടിക്കൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന നെയ്യിൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിക്സ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. കൈ ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്ക് ഈവണായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നും ഒരു അരികിലേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് ലെയറുകളായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. അതിനി അങ്ങനെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ആ ഒരു ലെയറുകൾ വന്ന ഭാഗം വെച്ചിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ വെച്ച് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കുക. ഇനി നമ്മൾ ഒരുപാട് നേരത്ത് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരല്പം കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കനത്തിൽ ഞാനിപ്പോൾ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് മറച്ചിട്ട് കൊടുക്കുക. നമ്മൾ ആ ഒരു അടിഭാഗം മുകളിൽ വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്താണ് ഫില്ലിംഗ് വെച്ച് കൊടുക്കേണ്ടത്. ആ ഒരു എത്രയാണോ ഫില്ലിംഗ് വെച്ച് കൊടുക്കാൻ പറ്റുക അത്ര വെച്ച് കൊടുക്കുക. ഏകദേശം 1.5 ടേബിൾ സ്പൂണൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ സൈഡും പിടിച്ച് നല്ല പോലെ തന്നെ സീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കുന്നുമുണ്ട്. ഈ ഒരു രീതിക്കാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാനിവിടെ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എണ്ണ ഒരുപാട് ചൂടാവാൻ പാടില്ല. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം നമ്മളിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഞാനിവിടെ എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 6 എണ്ണം ഞാനിപ്പോൾ ഒരു ലോട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്താൽ കുറച്ച് നേരം അനക്കാതെ വെക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിങ്ങനെ എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരും. ആ ഒരു സമയം വരെ അനക്കാൻ നിൽക്കണ്ട. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരുപാട് ലെയറുകളോട് കൂടി കിട്ടണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളോളം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത ഭാഗവും ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആകുന്നതുവരെ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാം. ഇപ്പോൾ രണ്ട് ഭാഗവും ഏകദേശം ഒരേപോലെ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു കളർ ആകുന്നത് വരെ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരുപാട് ലെയറുകളോട് കൂടിയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഞാൻ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ഉള്ളിൽ നല്ല ഫില്ലിങ്ങും ആണ്. ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് വേരിയേഷൻസ് വരുത്താവുന്നതാണ്. ചിക്കനോ വെജിറ്റബിൾസോ അല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഫില്ലിംഗ് ഒക്കെ കൊടുക്കാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.